ഇങ്ങനെയൊരു ഫിഷ് തവ ഫ്രൈ നിങ്ങൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ? അധികം എണ്ണ ഒന്നും ഉപയോഗിക്കാതെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ഫിഷ് തവ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത്, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പെരുംജീരകം, ലെമൺ ജ്യൂസ്, ഒരല്പം വെള്ളം കൂടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിരിക്കുന്ന മീനിലേക്ക് ഇതൊന്ന് പുരട്ടി കൊടുക്കാം. നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ കുറഞ്ഞതൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില 2 തണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അത് ചെറിയ തീയിൽ, തവ ഫ്രൈ ആണല്ലോ, അപ്പോൾ ചെറിയ തീയിൽ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു വശം ശരിയായി കഴിയുമ്പോൾ മറുവശം കൂടി ഞാനിപ്പോൾ ഡബിൾ സൈഡ് പാനാണ് എടുത്തിരിക്കുന്നത്, അതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മറുവശം കൂടി നമുക്ക് ഇതേപോലെ തന്നെ പൊളിച്ചെടുക്കാം. അപ്പോൾ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഫിഷ് തവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം വെളിച്ചെണ്ണയൊന്നും ചേർക്കാതെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ മീനിൻ്റെ വെറൈറ്റി റെസിപ്പിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതുപോലെ സേവ് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ മറക്കരുത്. പേജ് ഫോളോ ചെയ്യാൻ മറക്കില്ല കേട്ടോ.